ഇ.പി. ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ, ദലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചേക്കും. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ജയരാജൻ പരാതി നൽകിയിരിക്കുന്നത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ ശോഭാ സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തേക്കുകയും ചെയ്യും. ശോഭാ സുരേന്ദ്രൻ, കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ, ദലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ.പി. ജയരാജൻ കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 3 പേരും അപവാദ പ്രചരണം നടത്തിയെന്നായിരുന്നു ആരോപണം. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ തന്നെ മാധ്യമങ്ങൾ കൂടി മാപ്പ് പറയണം. ഇല്ല എങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോലീസിലും പരാതി നൽകിയിരിക്കുന്നത്. ടി.പി. നന്ദകുമാറിനെതിരെ ശോഭയും ശോഭയ്ക്കെതിരെ നന്ദകുമാറും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ അന്വേഷണം നടത്തുകയുള്ളൂ. നിയമോപദേശവും പോലീസ് തേടിയേക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇ.പി. ജയരാജൻ നിയമ നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് പരാതിയും. ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ.പി. ജയരാജനെ നേരത്തെ CPIM ന്യായീകരിച്ചിരുന്നു. ഇ.പി. ജയരാജനെതിരെ ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ശോഭാ സുരേന്ദ്രനാണ് നേരത്തെ ജാവദേക്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച ചർച്ചയാക്കിയത്. പിന്നാലെ തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവദേക്കർ ഇ.പി. ജയരാജനെ കണ്ടുവെന്ന് ടി.ജി. നന്ദകുമാറും വെളിപ്പെടുത്തുകയായിരുന്നു. തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ ജയരാജനോട് പറഞ്ഞിരുന്നുവെന്നും പകരം ലാവലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്ന് ഉറപ്പ് കൊടുത്തുവെന്നുമായിരുന്നു നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇ.പി. ജയരാജൻ സമ്മതിച്ചില്ല എന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വോട്ട് ചെയ്തിറങ്ങിയ ഇ.പി. ജയരാജൻ ജാവദേക്കറെ താൻ കണ്ടിരുന്നുവെന്ന് സമ്മതിച്ചിരുന്നു. തന്റെ മകന്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ കണ്ടിരുന്നുവെന്ന് ജയരാജൻ സമ്മതിക്കുകയായിരുന്നു.